മസ്റ്റ് വാച്ചോട്ടിന്റെ ഈ സീസൺ തുടങ്ങാൻ സമയമായി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമാണ്, ഇന്ത്യക്ക് വേണ്ടി ജൂനിയർ ലെവലിൽ കളിച്ചിട്ടുള്ള താരമാണ്, തൃശൂർ ഗഡിയാണ്, ഒരു ഗോൾ കീപ്പറാണ്. യെസ്, ഹിസ് നെയിം ഈസ് അൽ സാബിത്ത്. 2007 ജൂലൈ 1 തൃശൂർ ജില്ലയിലെ ചേലക്കരയിലാണ് ഹാജറ സുലൈമാൻ ദമ്പതികളുടെ മകനായിട്ട് അൽ സാബിത്ത് ജനിക്കുന്നത്. അതിനുശേഷം 5 വയസ്സ് വരെ സൗദി അറേബ്യയിലായിരുന്നു ഉണ്ടായിരുന്നത്. LKG വിദ്യാഭ്യാസമൊക്കെ നടത്തിയത് സൗദി അറേബ്യയിലാണ്. അതിനുശേഷം നാട്ടിലേക്ക് വന്നു. പിന്നീട് സ്കൂളിംഗ് പരിപാടികളൊക്കെ നാട്ടിലായിരുന്നു. സാധാരണ നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ ഫുട്ബോൾ കളിച്ച് തുടങ്ങുന്നത് പോലെ നാട്ടിലെ കുട്ടികളുമൊക്കെ ആയിട്ട് ചേർന്ന് കളിച്ചാണ് അൽ സാബിത്തും കളി തുടങ്ങുന്നത്. എന്നാൽ ഒരു ഗോൾ കീപ്പറായിട്ട് മാറുന്നത് അന്ന് തന്നെ കൂട്ടത്തിലെ ഏറ്റവും ഹൈറ്റ് ഉള്ള ഒരു താരമായിരുന്നു അൽ സാബിത്ത്. അങ്ങനെ അദ്ദേഹം ഒരു ഗോൾ കീപ്പറായി മാറിയതാണ്. അങ്ങനെ ഇരിക്കെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു മത്സരത്തിൽ അവരുടെ നാട്ടിലെ ഒരു മെയിൻ പ്ലെയറുടെ ഷോട്ട് സാബിത്ത് സേവ് ചെയ്യുകയുണ്ടായി. അങ്ങനെ സാബിത്ത് ശരിക്കും അൽ സാബിത്തായി മാറി. അതിനുശേഷമാണ് നാട്ടിലുള്ള ഉണ്ണി കോച്ച് എന്ന് പറയുന്ന ഒരു പരിശീലകന്റെ അണ്ടറിലുള്ള ക്യാമ്പിലേക്ക് സാബിത്ത് എത്തുന്നത്. നമ്മൾ കുട്ടികളായിട്ടിരിക്കുമ്പോൾ ഫുട്ബോൾ പോലെയായിട്ടുള്ള ഒരു ഗെയിമിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബാക്ക് സപ്പോർട്ട് വളരെ അനിവാര്യമാണ്. അങ്ങനെയുള്ള പല പിതാക്കന്മാരുടെയും കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ അൽ സാബിത്തിന്റെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉമ്മയായിരുന്നു. ആ സമയത്ത് സാബിത്തിന്റെ ഫാമിലിയിൽ നിന്ന് അത്ര വലിയ സപ്പോർട്ടൊന്നും ഫുട്ബോൾ കളിക്കാൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ അപ്പോൾ ആ ഉമ്മ ചെയ്തത് പല പേരുകൾ പറഞ്ഞ് പല ക്ലബ്ബുകളുടെയും അക്കാഡമികളുടെയും ട്രയൽസിന് അൽ സാബിത്തിനെ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ ഇന്ന് അൽ സാബിത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറാണ്. ഇന്ത്യയുടെ അണ്ടർ 20, അണ്ടർ 23 ടീമുകളുടെ ഗോൾ കീപ്പറാണ്. തീർച്ചയായും ഇപ്പോൾ അൽ സാബിത്തിനെ ഓർത്ത് ആ കുടുംബം അഭിമാനിക്കുന്നുണ്ടാകും. അങ്ങനെ ഇരിക്കെയാണ് കൊടകരയുള്ള അരീബ അക്കാഡമിയിലേക്ക് താരം എത്തുന്നത്. അരീബ അക്കാഡമിയുടെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു അൽ സാബിത്ത്. അങ്ങനെ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അണ്ടർ 17 ട്രയൽസ് നടക്കുന്നത്. ആ ട്രയൽസിൽ അറ്റൻഡ് ചെയ്യുകയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അണ്ടർ 17 ടീമിലേക്ക് സ്ഥാനം കിട്ടുകയും ചെയ്തു. 2023 അണ്ടർ 17 കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് അൽ സാബിത്തിന് സ്ഥാനം കിട്ടുന്നത്. അണ്ടർ 17 ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു സാബിത്ത്. പിന്നീട് റിസർവ് ടീമിന്റെ ഭാഗമായിട്ട് KPL-ഉം RFDL-ഉം ഒക്കെ കളിച്ചു. ലാസ്റ്റ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സീനിയർ ടീമിന്റെ ഭാഗമായിട്ടും ഒരുപാട് ട്രാവൽ ചെയ്യാൻ താരത്തിന് സാധിച്ചു. അതുകൊണ്ട് മാത്രമാണ് റിസർവ് ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന നിലയിൽ കുറച്ചധികം മത്സരങ്ങൾ നഷ്ടമായത്. അങ്ങനെ ഇരിക്കുകയാണ് ഇന്ത്യയുടെ അണ്ടർ 20 ടീമിലേക്ക് ഒരു കോളപ്പ് സാബിത്തിനെ തേടി എത്തുന്നത്. അങ്ങനെ ആ ഒരു ക്യാമ്പിൽ ഉണ്ടായിരുന്ന സമയത്താണ് സൂപ്പർ കപ്പ് നടക്കുന്നത്. സൂപ്പർ കപ്പിൽ ആ സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതിനാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിലേക്ക് താരത്തെ വിളിച്ചു. സൂപ്പർ കപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 2 മത്സരങ്ങളിലും ബെഞ്ചിലുണ്ടായിരുന്ന ഒരു താരമായിരുന്നു അൽ സാബിത്ത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ 18-കാരൻ അൽ സാബിത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള താരം അർജന്റീൻ ഗോൾ കീപ്പർ ആയിട്ടുള്ള എമിലിയാനോ മാർട്ടിനസ് ആണ്. എമി റോൾ മോഡൽ ആയതുകൊണ്ട് തന്നെ പെനാൽറ്റി സേവ്സ് നടത്താൻ ഏറെ ഇഷ്ടമുള്ള താരമാണ് സാബിത്ത്. ലാസ്റ്റ് മിനിറ്റ് സേവ് ഓർ പെനാൽറ്റി സേവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽ സാബിത്തിന്റെ മറുപടി തീർച്ചയായിട്ടും പെനാൽറ്റി സേവ് എന്ന് തന്നെ ആയിരിക്കും. നിലവിൽ ഇന്ത്യയുടെ അണ്ടർ 23 ടീമിന്റെ ക്യാമ്പിലാണ് സാബിത്ത് ഉള്ളത്. ഭാവിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ ദേശീയ ടീമിന്റെയും ഒക്കെ ഒരു തിളങ്ങുന്ന ഗോൾ കീപ്പറായിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ.